ഇപ്പൊ ഇതില് ധന്യ കോസ്റ്റ്യൂം ഡിസൈനറാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ ധന്യോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. പ്രശാന്തിന്റെ കഴിഞ്ഞ സിനിമകളിൽ മന്ദയായിരുന്നു നായിക. ഈ ഒരു സിനിമത്തിൽ ഇപ്പൊ ധന്യ നായികയെ പ്രൊഡ്യൂസറായി, നായിക ആവാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്താണ് ഞാൻ പറഞ്ഞു, ഇതില് മന്ദയെ കാസ്റ്റ് ചെയ്തിരുന്നത്? ഞാൻ ചോദിച്ചാണ്, മന്ദേനെ മനഃപൂർവ്വം കട്ടിപ്പിച്ച് ധന്യ പ്രൊഡ്യൂസർ ആയതാണോ? അതെ അതെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ. ആക്ച്വലി അങ്ങനെ അല്ല, ഈ കഥ എൻ്റെ മനസ്സിൽ കുറച്ചുകളായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഈ ഒരു വിഷയം നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തുമല്ലോ. നമ്മളെ ചില വിഷയങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുമ്പോഴാണ് നമ്മളൊരു കഥ എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുന്നത് തന്നെ. ഏതെങ്കിലും ഇപ്പം ലാൽബാഗ് ആണെങ്കിൽ ഒരു ന്യൂസ്, ഒരു ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ലാൽബാഗിൻ്റെ ഒരു പ്രമേയമായിട്ട് ആദ്യം നമ്മളെ ട്രിഗർ ചെയ്തത്. അപ്പം കഥയതല്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ളൊരു കഥ സംഭവിച്ചു. മലയാളികളായിട്ടുള്ള ദമ്പതികൾക്കിടയിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഭയങ്കര എനിക്ക് മനസ്സിലായി. കാണാത്തവരുണ്ട്, വളരെ ഞാൻ എലിമെന്റ് ഇപ്പോഴും കാണാത്തവരുണ്ടാവും ചിലപ്പോ. അതെ അതെ. അപ്പൊ അത് അങ്ങനെ ഒരു അതെനിക്ക് ഒരു സിനിമയാക്കി കൊള്ളാം എന്നൊരു തോന്നൽ വരികയും അതിൽ കൂടെ ഒരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നിടത്താണ് നമ്മളത് പറയുന്നത്. അപ്പം പൈസയാണെങ്കിലും പൈസ എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ തുക എങ്ങനെ മനുഷ്യരുടെ ലൈഫിനെയൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, എനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. എനിക്ക് പൈസയുടെ സമയത്ത് അജു തട്ടത്തിൻ മലയത്തൊക്കെ കഴിഞ്ഞിട്ടുന്ന സമയം അതിനൊരു ഒരു ഈക്വൽ ഇമ്പോർട്ടന്റ് ഒരു ഹീറോ ടൈപ്പ് ഓഫ് റോള് അജു തന്നെ പറയുന്നത്. അപ്പം എനിക്ക് അത് ഹ്യൂമൻ റിലേഷൻഷിപ്സിലെ കോൺഫ്ലിക്ട്സ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ആസ് എ ഫിലിം മേക്കർ, റൈറ്റർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈകളിലേക്ക് വരുമ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെന്തായാലും പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ട് ധന്യനെ കാസ്റ്റ് ഈ കഥ ആലോചിച്ച് എനിക്കിത് വളരെ ഒരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സംഗതിയും, പക്ഷെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മനുഷ്യർ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, അല്ലെങ്കിൽ മനുഷ്യർ അറിയേണ്ട. ആ സമയത്ത് എനിക്ക് സിനിമ ആക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സബ്ജക്റ്റ് മനുഷ്യരെ തിരിച്ചറിയേണ്ട ഒരു സാധനമാണ്. സ്വന്തം ഐഡന്റിറ്റിയെ പറ്റിയുള്ള ഒരു ബോധ്യം എത്രമാത്രം ഒരുവന് വേണം, അല്ല ഒരുവൾക്ക് വേണം എന്നുള്ളത് സ്വയമേ തന്നെ തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് അത് ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട് കോവിഡും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ഷൂട്ടിന് വേണ്ടി. ക്രൂ മുഴുവനും പ്രിപ്പയർഡായി നമ്മൾ ഷെഡ്യൂൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഷൂട്ട് ഡേറ്റ്സ് ഉൾപ്പെടെ, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സ് ഉൾപ്പെടെ നമ്മൾ കൺഫേം ചെയ്ത് ഒരു ഇച്ചിരി വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. മൾട്ടിപ്പിൾ കാസ്റ്റ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സെയിമാണ്, DOP അനിൽ വിജയ്, സുനീഷ്, നിങ്ങളൊക്കെ ഒരു ഗ്യാങ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ ആ ടീം ഫുള്ള് തന്നെ നമ്മൾ എല്ലാവരും റെഡിയായി. മറ്റ് പ്രൊജക്റ്റുകൾ ഈ ടെക്നീഷ്യൻസിനും ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അവരത് ചെയ്യാതെ നമ്മൾ ചെയ്തേ പറ്റൂ, ഒരു സംഭവം ചെയ്തേ പറ്റൂ. അപ്പം ഇതെല്ലാം കൂടെ വന്നപ്പം സംഭവം എനിക്ക് ഈ സിനിമ ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ആവേശത്തള്ളിച്ച് അപ്പം നമുക്കത് എങ്ങനെയും ഐ ഷുഡ് ഡു സംതിങ് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് വരികയും ഞാൻ ഈ ഒരു തോട്ട് ഞാൻ ബൗൺസ് ചെയ്തു നമ്മുടെ ടീമിൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ചിട്ട്. ഞാൻ ആദ്യം ശ്രീധന്യോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, നമുക്കത് തൽക്കാലം നമുക്കിതൊന്ന് ചെയ്താലോ, രസമായിരിക്കും, നമുക്കൊരു വലിയ ബഡ്ജറ്റൊന്നും പോകാതെ ചെയ്യാനും പറ്റും, ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ തന്നോട് പറഞ്ഞു, നീ ആ ക്യാരക്ടർ ചെയ്യും എന്ന് പറഞ്ഞു. ഈ വേണ്ട, നമുക്കൊരു ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ആരെങ്കിലും ഇടാം, ഞാൻ എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ ചെയ്യാം എന്നാണ് തന്നെ. ലാൽബാഗിൽ ചെയ്ത പോലെ ലാൽബാഗിലും തന്നെ അതുപോലെ ചെറിയൊരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. ലാൽബാഗിൽ തീരെ ചെറിയ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതല്ല, നമുക്ക് എന്തായാലും നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. അപ്പം ഇത്രയും വർഷമായിട്ട് തന്നെ സിനിമയുടെ പിന്നാലെ നിൽക്കുന്നു. അപ്പം എന്തായാലും ആ ക്യാരക്ടർ നിനക്ക് കറക്റ്റ് ആപ്റ്റാണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വർക്ക് ചെയ്യാം, ആ ക്യാരക്ടറിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് എത്തിയത്. പക്ഷെ പ്രൊഡക്ഷൻ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്തു, അതിന്റെ മറ്റു ഓഫീസ് കാര്യങ്ങളെടുത്തു, അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം അതിന് മുന്നേ കഴിഞ്ഞിരുന്നു. ആദ്യം വേറെ പ്രൊജക്റ്റ് ആയിരുന്നു, മാത്രമേ ഉള്ളൂ. അതാണ് സംഭവം.